R.D. ബർമൻ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ആളൊരു സോങ് ഉണ്ട്, ആനേവാല പൽ എന്ന് പറയുന്നൊരു സോങ്ങാണ്. അപ്പൊ അതിൽ ഗുൽസാർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ലിറിസിസ്റ്റ് എഴുതിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ നിമിഷങ്ങളും അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ ഒരു മൊമെന്റിൽ തന്നെ നിങ്ങൾ എത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും, അതിനെ എൻജോയ് ചെയ്യാന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. ആ ഒരു സോങ് ഫുള്ള് ആ പറയുന്ന ഒരു ഫിലോസഫിയാണ്. നമ്മുടെ ആ ഒരു ഓരോ നിമിഷങ്ങളാണെങ്കിലും ഓരോ മൊമെന്റുകളാണെങ്കിലും നമ്മൾ അത്രത്തോളം പ്രീഷ്യസ് ആണ്, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. അത് മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മൾ വേറൊരു പോയിന്റിൽ ഇരുന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ പാസ്റ്റിന് ശേഷം ആയിരിക്കും നമ്മളൊരു ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു പോയിന്റിൽ നമ്മളവിടെ എന്താ പറയുക, ആ ഒരു ലൈഫ് അത്രത്തോളം നമുക്ക് ആ ഒരു മൊമെന്റ് നമുക്ക് ലഭിച്ചിട്ട് നമ്മളത് എൻജോയ് ചെയ്തില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്ന റിയലൈസേഷൻ ആ ഒരു ഫ്യൂച്ചറിലായിരിക്കും ലഭിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതിന്റെ ലിറിക്സ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ത്രീ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഉണ്ടായിരുന്നു. അവിനാശ് അരുൺ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഡയറക്ട് ചെയ്തിട്ട് ഉള്ളൊരു ഫിലിമാണ്. ആ ഒരു ഫിലിം സംസാരിക്കുന്നതാണ് നമ്മൾ ആ ഒരു പാസ്റ്റ് ലൈഫ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ എന്താ പറയുക, നമ്മളൊരു പാസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അതിന് ശേഷം ആ ഒരു ഫ്യൂച്ചറിൽ ആ ഒരു പാസ്റ്റിൽ തന്നെയാണ് ആ പറയുന്ന ഒരു വ്യക്തിനെ ശരിയാക്കി എടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആളൊരു ബാക്ക് സ്റ്റോറി, അല്ലെങ്കിൽ ആൾ ജീവിച്ച ഒരു നഗരമായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ആളൊരു ചൈൽഡ്ഹുഡ് തന്നെ ആ പറയുന്ന ഒരാളെ നമ്മൾ എന്താ പറയുക കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആ ഒരു ലൈഫിൽ. അല്ലെങ്കിൽ ആ ഒരു മെന്റൽ ട്രോമയെന്ന് ആളെ എന്താ പറയുക കുറച്ചും കൂടെ വേറൊരു ഷിഫ്റ്റ് കൊടുക്കുമെന്ന് പറയുന്നതാണ് ആ ഒരു ഡ്രാമയിൽ. ആ പറയുന്നൊരു പേര് പോലെ തന്നെ ആ ഒരു മൂന്ന് വ്യക്തികളിൽ കൂടി പോകുന്നൊരു സ്റ്റോറിയാണ് ശരിക്കും. ആ ഒരു സ്ലോ ഫീസ് പടമായതുകൊണ്ട് തന്നെ ഡയലോഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റോറിക്ക് ഭയങ്കര ഡെപ്ത് ഉണ്ട്, ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തേക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു സ്റ്റോറി തന്നെ നമുക്ക്, ഞാനിത് ആദ്യത്തെ ടൈമിൽ കണ്ടപ്പോൾ എനിക്കിതൊരു വർക്കാത്ത ഫിലിമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ സെക്കൻഡ് ടൈം കണ്ടപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫിലിം മിസ് ചെയ്തല്ലോ എന്നുള്ളൊരു, അവിനാശ് അരുൺ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ആളത്രത്തോളം പാഷനേറ്റ് ആണ്. ആളൊരു ബാക്ക് സ്റ്റോറീസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, ആളത്രത്തോളം ക്യൂരിയസ് ആയിരുന്നു ഈ പറയുന്ന ഒരു ആർട്ട് ഫോം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എന്താ പറയുക ഈ ഒരു മീഡിയത്തിനോടുള്ള ആളൊരു പാഷനാണ് ആ പുള്ളിയുടെ ഒരു ഫിലിമിൽ എനിക്ക് എനിക്ക് തോന്നുന്നത്. ആ പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആള് അത്രത്തോളം ക്യൂരിയസ് ആയിരുന്നു ഈ പറയുന്ന ഒരു മീഡിയത്തിൽ എങ്ങനെയെങ്കിലും എത്തണമെന്ന് പറയുന്ന ഒരു ഫാസിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഫാസിനേറ്റ് ആയിരുന്നു ഭയങ്കരമായിട്ട് അപ്പൊ ആ ഒരു ശേഷമാണ് ഈ പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കിള എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്. ആളൊരു ചൈൽഡ്ഹുഡ് മെമ്മറീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആള് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. അതും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു വിഷ്വൽ പരിപാടി ഭയങ്കര രസമാണ്. സിനിമോട്ടോഗ്രഫിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ത്രീ ഓഫ് എസ് ആണെങ്കിലും ആ ഒരു നേച്ചറിനെ അവർ ആ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ, അല്ലെങ്കിൽ ആ വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസിനെ അവർ കാണിക്കുന്ന അത്ര ബ്യൂട്ടിയാണ്. എന്ന് വെച്ചാൽ സിനിമോട്ടോഗ്രഫി എന്താണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്യൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ ത്രീ ഓഫ് എസ് എന്ന് പറയുന്ന ഒരു ഫിലിമിൽ അത് കാണിക്കുന്നത് ഒരു സിനിമോട്ടോഗ്രഫിയുടെ ഒരു ബ്യൂട്ടി. ഞാൻ അങ്ങനെ സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനെ അനലിറ്റിക്കലായിട്ട് നമ്മളത് മാർക്ക് ചെയ്യൂല. ചിലപ്പോൾ നമ്മൾ ആ സ്റ്റോറിയിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. സിനിമോട്ടോഗ്രഫി എന്ന് പറയുന്നത് തന്നെ നമ്മൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ചില മൊമെന്റിൽ ഇപ്പോൾ ഈ ത്രീ ഓഫീസിലാണെങ്കിലും പല ഷോട്ടുകളും, അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന ആ ഒരു സിനിമോട്ടോഗ്രഫി ഭയങ്കര ഒരു ക്യാമറയ്ക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്യാമറ നമ്മളത് ആ ബ്യൂട്ടി നമുക്കത് കിട്ടും. അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് ആണെങ്കിലും ശരി, അത് എടുത്തിരിക്കുന്ന ഒരു വിധം അങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഫിലിമിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഫിലിമാണെങ്കിലും ശൈലജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു പോയിന്റിൽ ആ ഒരു ബിസി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മുംബൈ പോലുള്ള നഗരത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു ജീവിതത്തിൽ ആൾക്ക് ഒരു പോയിന്റിൽ ഒരു മടുപ്പ് ഉണ്ടാക്കുവാണ്, അല്ലെങ്കിൽ ആള് റിലീസ് ചെയ്യണം, ആളൊരു പാസ്റ്റിലോട്ട് പോകാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ കാല ഒരു ഇതിലോട്ട്. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാസ്റ്റിൽ നിന്നാണ് ഈ പറയുന്നത് ശൈലജ ആരാന്ന് തന്നെ ശൈലജ റിലീസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫിലിമിൽ ആൾക്ക് എന്താ പറയുക ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടെന്നാണ് പറയുന്നത് ബ്രെയിനിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റിൽ എത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മെമ്മറീസ് തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. അപ്പം പടം തന്നെ ഭയങ്കര ഒരു, അല്ലെങ്കിൽ ഒരു തെറാപ്പി പോലത്തെ ഒരു പടമാണ്. നമ്മൾ ഒരു പോയിന്റിൽ നമ്മളെ തന്നെ തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു ഇതാണ്. അത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തു നിന്നോ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നോ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസിൽ നിന്നാണ് നമ്മളെ തന്നെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നി ഈ ഒരു ഫിലിം കണ്ടിട്ട്. അപ്പൊ എന്താ വെച്ചാൽ അതിനകത്തൊരു ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുള്ളിക്കാരി ചെയ്യുന്ന ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു കോർട്ടിലാണ്. അപ്പൊ ആ ഒരു കോർട്ടിൽ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ, അല്ല അവരെ കൺവിൻസ് ചെയ്യാന്നല്ല, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അപ്പൊ അവിടുത്തെ പേപ്പർ വർക്ക്സും കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഓഫീസിലെ സ്റ്റാഫ് എന്ന രീതിയിൽ അപ്പൊ ലൈഫിൽ അത്രത്തോളം എന്താ പറയാ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിൽക്കുന്ന വ്യക്തികളും, അല്ലെങ്കിൽ അത്രയും പീക്കിൽ നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആളത്രയും ഡിപ്രസ്ഡ് ആണ്. ആ പറയുന്ന ആ ഒരു സ്റ്റോറി അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് വ്യക്തികൾ വന്നിട്ട് അവർക്ക് ആ ഒരു ലൈഫ് ഗോ ത്രൂ ചെയ്യാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് ഒരു ഡിവൈസ് വേണം, അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ആണോ എന്ന് പറയുന്നൊരു ഇതിൽ നിന്നാണ് ആ പറയുന്ന ഒരു സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് വ്യക്തികൾ വന്നിട്ട് അവർക്ക് മാരേജോ അങ്ങനെ എന്തോ ഒരു
ഇതാണ്. അപ്പോൾ അവർക്ക് തുടർന്ന് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ശൈലജ എന്ന് പറയുന്ന ആളാണ് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഈ പറയുന്ന സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ആവുന്ന അവിടെയാണ്. ആ പറയുന്ന ഒരു ഐഡിയക്ക് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ആ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമിൽ രണ്ട് വ്യക്തികൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നിച്ച് അല്ലെങ്കിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ പറയുന്ന നീണ്ട നാളുകൾക്ക് ശേഷം ഈ പറയുന്ന ഒരു ഫിലിമാണെങ്കിൽ പോലും ശൈലജ എന്ന് പറയുന്ന ഒരാൾക്ക് പ്രദീപ് കാമത്ത് എന്ന് പറയുന്ന ഒരാളോട് ഉള്ളൊരു ലവ് ആണെന്ന് പറയാൻ പറ്റൂല. പക്ഷെ അത് എന്തൊരു അവർ ഭയങ്കര ഒരു ബോണ്ടാണ് ആ ഒരു ഫിലിമിൽ അവർ കാണിച്ചിരിക്കുന്ന ആ ഒരു അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ ആളെ മീറ്റ് ചെയ്യാനൊക്കെ ഈ പറയുന്ന ഒരു സ്റ്റോറിയിൽ ആൾ പോകുന്നുണ്ട്. ആ പറയുന്ന ഒരു ഐഡിയ ആണ് ഈ പടത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു ലവ്, ശരിക്കും പറഞ്ഞ ഒരു ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ ചേർന്നിട്ട് ആ പറയുന്ന ഒരു വെങ്കുർല എന്ന് പറയുന്ന ഒരു സ്ഥലം, ദിബാങ്കർ എന്നാണ് തോന്നുന്ന ആളുടെ പേര്. ദിബാങ്കർ ആൻഡ് ശൈലജയും കൂടെ നടത്തുന്ന ഒരു ജേണിയാണ്. ആ ഒരു ജേണിയിൽ ശൈലജയ്ക്കും വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ദിബാങ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഒരു ക്യാരക്ടർ ചേഞ്ച് അല്ല കാണിക്കുന്നത്, പക്ഷെ എന്നാൽ പോലും ആ ഒരു ജേണിയിൽ നിന്ന് ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു ഡെമെൻഷ്യ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം കംപ്ലീറ്റ്ലി ആളുടെ മെമ്മറീസ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആള് വീണ്ടും ആളെ തന്നെ ഫൈൻഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ആളുടെ മെമ്മറീസിലൂടെ ആള് റീവിസിറ്റ് ചെയ്യുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്ലോട്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു ഫിലിമിൽ അവർ എടുത്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മകൾ നഷ്ടപ്പെടാനിരിക്കുന്ന ഒരു വ്യക്തി തിരിച്ച് ആളുടെ ഓർമ്മകളിലോട്ട് സഞ്ചരിക്കുന്ന പോലെയാണ് ആ പറയുന്ന ഒരു 3 of Us പറയുന്ന ഒരു അവിനാശൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഭയങ്കര തെറാപ്പിക് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അതിന്റെ ഒരു ഫിലിം വേഷനിൽ വരുന്ന ആ ഒരു തെറാപ്പിക് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ആ ഒരു സ്റ്റോറി ടെല്ലിങ്, അല്ലെങ്കിൽ അവർ തരുന്ന നമുക്ക് വരുന്ന ഒരു ആ ഒരു സ്റ്റോറി തരുന്ന ഒരു എന്താ ഒരു ഫിലോസഫി ഉണ്ട്. ആ ഒരു ഫിലോസഫി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പറയുന്ന ഒരു ഫിലിമിൽ. എനിക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് രണ്ടാമത് കണ്ടിന്യൂപ്പോൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. ഈ പറയുന്ന ഒരു ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ശൈലജയുടെ ഹസ്ബൻഡായിട്ട് ഉള്ള ആള് പ്ലേ ചെയ്യുന്ന ഒരാള്, ആളെ ഹസ്ബൻഡ് ആയിട്ടുള്ള ദിബാങ്കർ എന്ന് പറയുന്ന ആള് പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു ആർട്ടിസ്റ്റിന് അങ്ങനത്തെ ഒരു എന്താ പറയുക ആ ഒരു ക്യാരക്ടർ കൊടുക്കുന്നതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കത് വേറൊരു രീതിയിലൊക്കെ പോയിന്റ് ഓഫ് ചിന്തിക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു എന്താ പറയുക ഇൻഷുറൻസ് പോളിസീസോ അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താ പറയുക പോളിസിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു കുഴപ്പം സംഭവിക്കും ഒരു പോയിന്റിൽ, അപ്പം നിങ്ങളെ തന്നെ സെക്യൂർ ആയിട്ട് വെക്കുക എന്ന് പറയുന്നതാണല്ലോ, അതിനുള്ള ഒരു പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ സഹായിക്കുന്ന ഒരു ആളാണ്. അപ്പൊ ആൾക്ക് ആ ഒരു ജോലി ചെയ്യുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇല്ലാന്നോ ഈ പറയുന്നത് ദിബാങ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പോലും ഈ പറയുന്ന ഒരു വ്യക്തിയുടെ ജോലി ഭയങ്കര, എനിക്ക് രണ്ടുപേരെ ആ ഒരു ജോലി ആ ഒരു റൈറ്റർ കൊടുത്തിരിക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ആളുകൾ വർഷങ്ങളോട് ഒരുമിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ കണ്ടുമുട്ടുന്നു, വർഷങ്ങളോളം ജീവിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ പറഞ്ഞൊരു ഫിലിം ആണെങ്കിലും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് കൊടുക്കുന്നത്. എവിടാണ് ലവ്, അല്ലെങ്കിൽ ഈ പറയുന്ന എവിടാണ് ആ ഒരു ബോണ്ട് ഇരിക്കുന്നത്. കുറച്ച് വ്യക്തികൾ വർഷങ്ങളോട് താമസിച്ചിട്ട് ആ പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു, ഒരു അറ്റാച്ച്മെന്റ്സും ഇല്ലാത്ത രീതിയിൽ. ആ അറ്റാച്ച്മെന്റ്സിനെ കുറിച്ച് ഈ പറയുന്ന ഒരു ഫിലിമിൽ ഭയങ്കര ഡെപ്ത് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു ഫിലിമിലാണെങ്കിലും ഇവരൊരു ഫംഗ്ഷന് പോകുമ്പോൾ ആ ഒരു ഫംഗ്ഷന് ചെല്ലുന്ന ഒരു വീട്ടില് ആ വ്യക്തിയുടെ ഒരു വീട്ടിൽ താമസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ആ ആളുകൾക്ക് ഭയങ്കര അവരുടെ ഉള്ളിലുള്ളൊരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള ഒരു വ്യക്തി എന്തോ അവിടെയാണോ മരിച്ചതെന്നോ അങ്ങനെ എന്തോ ഒരു പറയുന്ന ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീടുമായിട്ട് അവർക്ക് പേഴ്സണലി ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. അതുകൊണ്ട് അവിടുന്ന് അവർക്ക് വെക്കറ്റ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ അവിടുന്ന് അവർ വാടകയ്ക്ക് താമസിക്കുന്നതാണ്, പക്ഷെ അവർക്ക് ആ ഒരു വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ട് എന്താ പറയുക അവർക്ക് അവിടുന്ന് മാറാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്ന് പറയുന്നതാണ് ഈ ശൈലജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ആളുടെ ആ ഒരു നാടിനോടും അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വ്യക്തികളോടും ആ ഒരു എന്താ പറയുക ആ ഒരു സ്ഥലത്തോട് ആൾ വെച്ചിരിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. ആ ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പറയുന്ന ഒരു ഫിലിമിൽ സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ടൈമിൽ നമ്മൾ പല കാര്യങ്ങളും ഓവറായിട്ട് അറ്റാച്ച്മെന്റ് നിൽക്കും, പക്ഷെ ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഭയങ്കര ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മളത് ഡിസ്ട്രോയ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതിനാണ് ഭയങ്കര ഒരു ഐഡിയ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റ്സ് നമ്മളെ ഭയങ്കരമായിട്ട് തകർത്ത് കളയെന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു വ്യക്തികളോട് വെക്കുന്ന അറ്റാച്ച്മെന്റ് ആണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള അറ്റാച്ച്മെന്റ് ആണെങ്കിലും ശരി, നമ്മൾ ഒരു പോയിന്റിൽ എത്തി കഴിയുമ്പോഴത്തേക്കും നമ്മളെ തന്നെ അത് ഡിസ്ട്രോയ് എന്ന് പറയുന്ന ഒരു ശൈലജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ ഒരു നാട്ടിലോട്ട് റീവിസിറ്റ് ചെയ്യുന്ന ശരിക്കും ശൈലജനെ തന്നെ കണ്ടുപിടിക്കാനും ശൈലജയുടെ മെമ്മറീസ് റീകളക്ട് ചെയ്യാനും പറയുന്ന ഒരു ഐഡിയ ആണ് ആ പറയുന്ന ഒരു. അപ്പൊ ശൈലജ കുറച്ച് ആളുകൾക്ക് ശേഷം പറയുന്ന ശൈലജയുടെ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു മെന്റലി ഉള്ള ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു കാര്യങ്ങളെല്ലാം മറക്കണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ആളെ ലൈഫിനെ തന്നെ റീവിസിറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്ന ഒരു ഫിലിം അവിനാശ്
ഏഹ് എന്താ പറയുക നമുക്ക് വേണ്ടി തന്നേക്കുന്നത്. അതുപോലെ ത്രീ ഓഫീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിലിമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അവർ നമ്മൾ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു ആ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് അവർ എടുത്തു കാണിക്കുന്നുണ്ട്. ആ ഒരു ത്രീ ഓഫീസിൽ അവർ തമ്മിലുള്ളൊരു എന്താ പറയുക ആ ഒരു ബോണ്ടിങ്ങും, അല്ലെങ്കിൽ ആ രണ്ട് ഫാമിലി ആണെങ്കിലും ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു പ്രദീപ് കാമത്ത് എന്ന് പറയുന്ന ഒരു ഫാമിലി ആണെങ്കിൽ പോലും ആ ഫാമിലി അതിൽ പ്രദീപ് കാമത്തും ആളുടെ വൈഫും തമ്മിലുള്ളൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു എന്താ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണെങ്കിലും ശൈലജയുടെ വരവിനൊക്കെ ശൈലജ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ആളെ ഒത്തിരി നാളൊക്കെ ഒരു 28 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ശൈലജ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ആളെ മീറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതിനെല്ലാം ശേഷം ആളുടെ അടുത്ത് വരുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ആളുടെ വൈഫിനോട് ഷെയർ ചെയ്യുന്നതും അത്രത്തോളം ബ്യൂട്ടി ഉണ്ട് ആ പറയുന്നവർ. ഇങ്ങനെ ഈ ഒരു ഫിലിമിൽ ആ ഒരു തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ എന്താ പറയുക അത്തരം കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഇതാണ്. അങ്ങനത്തെ ഉള്ള രീതിയിലുള്ളൊരു സ്റ്റോറി ടെല്ലിങ് നമ്മൾ എന്താ പറയുക ഞാൻ ഒത്തിരി സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറവക്കൂട്ടിൽ വാഴും മാൻകൾ എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്. അപ്പോൾ ആ ഒരു ഫിലിമിലാണെങ്കിൽ പോലും ഈ പറയുന്നൊരു സെയിം ഐഡിയ അതിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പറവക്കൂട്ടിൽ വാഴും മാൻകൾ ഭാരതി രാജ എന്ന് പറയുന്ന ഒരാൾ മോഡേൺ ലവ് ചെന്നൈ എന്ന് പറയുന്നൊരു സീരീസിലൊരു പാർട്ടാണ്. അപ്പോൾ അതിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിലുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റോറിയാണ്, ഒരു ഫാമിലി സ്റ്റോറിയാണ്, ഒരു ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പറയുന്നൊരു വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വൈഫ് അവർക്ക് വേണ്ടിയിട്ട് മാറിക്കൊടുക്കുന്ന പോലെയുള്ളൊരു ഒരു സ്റ്റോറി ലൈനാണ്. പക്ഷേ ആ ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ് ആ പറയുന്നൊരു സ്റ്റോറിയാണെന്ന് പറയുക. ഒരു ലവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ വേറൊരു കൈൻഡ് ഓഫ് പരിപാടിയാണ് ഈ പറയുന്നൊരു. അതുപോലെ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നൊരു ഫിലിമിലാണെങ്കിലും ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു കണക്ഷൻസിന് നീണ്ട നാളുകൾക്ക് ശേഷം അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ലൈഫ്സ് എന്ന് പറയുന്നൊരു ഫിലിമിലാണെങ്കിൽ പോലും അവരാ പറയുന്നൊരു ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പിനെ അവർ വേറൊരു രീതിയിൽ അവർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ത്രീ ഓഫീസ് എന്ന് പറഞ്ഞൊരു ഫിലിമിലാണെങ്കിൽ പോലും ശൈലജ എന്ന് പറയുന്നൊരു വ്യക്തി ആ പറയുന്നൊരു എന്താ പറയുക പ്രദീപ് കാമത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയായിട്ടുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു ഇന്നർ കണക്ഷനുണ്ട് ആ ഒരു ഫിലിമിൽ അവർ മെൻഷൻ ചെയ്യുന്നത്. എന്തോ ഒരു ട്രസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലവ് എന്ന് പറയാൻ പറ്റില്ല, അവർ തമ്മിലൊരു ബോണ്ടിങ് അത് ഈ പറയുന്നൊരു ഫിലിമിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പല ഫിലിം അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു ഫിലിമിൽ അത് കാണിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. ഈ ത്രീ ഓഫീസ് എന്ന് പറയുന്നൊരു ഫിലിമാണെങ്കിൽ പോലും അതിനുശേഷം ഈ ശൈലജ എന്ന് പറയുന്നൊരു ക്യാരക്ടർ വെങ്കുള്ള എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് വരുന്നത് തന്നെ ഈ പറയുന്ന ഈ പ്രദീപ് കാമത്തിനെയും കൂടെ മീറ്റ് ചെയ്യാന്ന് പറയുന്നൊരു ഇൻറ്റൻഷനും കൂടെ ഈ പറയുന്നൊരു ഫിലിമിലുണ്ട്. ആ പറയുന്നൊരു ഇൻറ്റൻഷനിൽ ആ പ്രദീപ് കാമത്ത് എന്ന് പറയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ ആൾക്ക് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ട്. ആ പറയുന്നൊരു എന്താ പറയുക ആ ഒരു ശൈലജ എന്ന് പറയുന്ന വ്യക്തിയുടെ വരവിനെ കൊണ്ട് തന്നെ എന്താ പറയുക പ്രദീപ് കാമത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. ആളൊരു പോയറ്റാണ്. അതുപോലെ തന്നെ അയാൾ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് ആ പറയുന്നൊരു ഫിലിമിൽ കാണിക്കുന്നത്. എന്നാൽ പോലും ഈ പറയുന്നൊരു വ്യക്തിയുടെ ഇതിൽ എന്താ പറയുക ശൈലജ എന്ന് പറയുന്നൊരു വ്യക്തി എന്തോ ഒരു രീതിയിൽ ആ പറയുന്നൊരു വ്യക്തിക്കൊരു എന്തോ ലഭിച്ചു എന്ന് ഈ പറയുന്നൊരു ഫിലിമിൽ അവർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ആ പറയുന്നൊരു പോയിട്രി പുള്ളി എഴുതുന്നുണ്ട്. ഒരു എന്താ പറയുക ഒറിജിൻ എന്ന് പറയുന്നൊരു പോയിട്രി. അപ്പോൾ ആളുടെ വൈഫിനോട് ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനാണ്. അതുപോലെ തന്നെ ശൈലജ ഒരു ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീനാണ്. ആ പറയുന്നൊരു വ്യക്തി നീണ്ട നാളുകൾക്ക് ശേഷം ആ പറയുന്നൊരു ലൈഫിലോട്ട് വരിക എന്ന് പറയുന്നൊരു ഐഡിയ ആണ്. ആ പറയുന്നൊരു ക്യാരക്ടറായിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസായിട്ട് തന്നെ ആ ഒരാളെ എന്തോ ഒരു രീതിയിൽ എന്താ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ്. ആ ഒരു പോയിന്റിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു വ്യക്തിനെ ആ പറയുന്നൊരു ആ ഒരു ഹോൾ ടൗണോ അല്ലെങ്കിൽ ആ ഒരു ഹോൾ ക്യാരക്ടേഴ്സോ മൂലം ആൾക്ക് എന്താ പറയുന്ന ഒരു സമാധാനം കിട്ടുന്ന രീതിയിലാണ് ആ പറയുന്നൊരു ഫിലിമിൽ. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ വീടുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ റീവിസിറ്റ് ചെയ്യുന്നുണ്ട് ആളുടെ ഒരു വീട്. ആൾ നേരത്തെ വെങ്കുള്ള എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ഗ്രാമമാണ്, ഒരു വില്ലേജാണ്. ആ പറയുന്നൊരു വില്ലേജിനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് പോർട്രേ ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫിയിൽ. അത് നമുക്കത് കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ബ്യൂട്ടി, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ആ പറയുന്നൊരു ശൈലജ എന്ന് പറയുന്നൊരു വ്യക്തി അവർ നേരത്തെ താമസിച്ച ഒരു വീടും അതൊക്കെ പോയിട്ട് റീവിസിറ്റ് ചെയ്യുന്ന ഹസ്ബൻഡ് അതുപോലെ ഈ പറയുന്ന പ്രദീപ് എന്ന് പറയുന്നൊരു വ്യക്തി ഇവർ എല്ലാവരും കൂട്ട് റീവിസിറ്റ് ചെയ്യുന്നൊരു സീനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ആ പറയുന്നൊരു അതിൽ ഈ പറയുന്നൊരു ശൈലജ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഡെമെൻഷ്യ എന്ന് പറയുന്നൊരു ഇത് വരാമെന്ന് വെച്ചാൽ ഓവർ സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു ട്രോമ ഈ പറയുന്നൊരു ശൈലജ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ലൈഫിലുണ്ടായിട്ടുള്ള ആളൊരു സിസ്റ്റർ എന്താ പറയുക ആളൊരു സിസ്റ്റർ ഈ പുള്ളിക്കാരി കാരണമുള്ളൊരു ഇതിലാണ് മരണപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമ ഈ പറയുന്നൊരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ആ ഒരു ട്രോമയും ഈ പറയുന്നൊരു ഡെമെൻഷ്യ എന്ന് പറയുന്നൊരു ഇതിൽ ചിലപ്പോൾ ഒരു റീസൺ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ടുള്ളൊരു എൻ്റെ ഒരു റീസൺ കറക്റ്റ് അറിയില്ല. എന്നാൽ പോലും ഈ പറയുന്നൊരു ആ ഒരു സ്ഥലം റീവിസിറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫിലെ ഓർമ്മകൾ ഈ പറയുന്ന ചില ഓർമ്മകൾ ഈ പറയുന്ന ശൈലജനെ ഹോണ്ട് ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്നൊരു
ഫിലിമിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൈറ്റിംഗ് ആണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ ക്യാരക്ടറിനെ എന്താ പറയുക, പ്രദീപ് കാമത്ത് എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഭയങ്കര സൈലൻറ്റും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അത്രത്തോളം എന്താ പറയുക, ഹമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് പ്രദീപ് കാമത്ത് എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ആളുടെ വൈഫിനോട് ബിഹേവ് ചെയ്യുന്നത്, ആളുടെ വൈഫിനോട് ആൾ വെച്ചിരിക്കുന്ന ഒരു ലവ്, അതുപോലെ ശൈലജനെ ആൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു അതുപോലെ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ പറയുന്ന ഒരു ഫിലിമിൽ. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എന്താ ശൈലജയും അതുപോലെ പ്രദീപ് കാമത്തും കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത്രയും നാളുകൾക്ക് ശേഷം ശൈലജ ആളെ കാണാൻ വരുന്നതും. അതുപോലെ തന്നെ ശൈലജ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ആ ഒരു കാലത്തിൻ്റെ പോക്കിൽ അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മറക്കുമെന്ന് പറയുന്നൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു ബോണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ അത്രത്തോളം ഒരു ട്രസ്റ്റ് ഉണ്ട്. ഒരു അതാണ് പടം സംസാരിക്കുന്നത്. എത്ര നാളുകൾ കഴിഞ്ഞാലും ആ ഒരു വ്യക്തികൾ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ പറയുന്നൊരു എന്താ ആ ഒരു ഐഡിയ, അത് നമ്മളുള്ള ഇൻറ്റേർണലി ഉള്ളൊരു ഒരു കണക്ഷൻസ് അത് ഭയങ്കര ഒരു ഡീപ്പായിരിക്കും. എത്ര നാളുകൾ കഴിഞ്ഞാലും ചില വ്യക്തികൾ മീറ്റ് ചെയ്യും അല്ലെങ്കിൽ അതുമൂലം പലർക്കും പല ചേഞ്ചസ് ഉണ്ടാക്കുമെന്ന് പറയുന്ന പോലെയാണ്. ആ ഒരു മൊമെൻറ്റിൽ ശൈലജ പറയുന്നുണ്ട്, ഞാനത് ഉറപ്പായിട്ടും മറക്കും എന്ന് പറയുമ്പോൾ ആ പറയുന്ന പ്രദീപ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ പറയും, ഞാനത് ഉറപ്പായിട്ടും ഫൊർഗെറ്റ് ചെയ്യില്ല, ഞാനെന്നും എൻ്റെ മനസ്സിലത് സൂക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മേ ബി ആ പ്രദീപ് കാമത്തിനെയും കൂടെ മീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആളുടെ ജീവിതം എന്താ പറയുക ആ ഒരു രോഗം ആളെ ബാധിക്കുന്നതിന് മുന്നേ ആൾക്ക് ആ ഒരു സ്ഥലമെല്ലാം ഒന്ന് ഡിസ്കവർ ചെയ്യണമെന്ന് പറയുന്നതാണ് ആ ഒരു സ്റ്റോറി മൊത്തത്തിൽ മെൻഷൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ മറ്റേ ആളുടെ ഹസ്ബൻഡായിട്ട് ആളുടെ റോളും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര ഒരു ആൾ എന്താ പറയുക, ആളൊരു സൈലൻ്റ് ആണെങ്കിൽ പോലും ആൾ പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ അത്രയും ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു സിനിമയിൽ. അതുപോലെ തന്നെ ആളുടെ ശൈലജ എന്ന് പറയുന്നൊരു വ്യക്തി അത്രത്തോളം ലൈഫിലൊരു കറേജ് കാണിക്കുന്ന ഒരു പോയിൻ്റ് പോലെയാണ് ആ ഒരു ഫിലിമിൽ. ആ പ്രദീപ് കാമത്തിൻ്റെ വൈഫിനോടുള്ള ഒരു കോൺവെർസേഷനിൽ അവർ സംസാരിക്കുന്ന ഒരു ഐഡിയ, എനിക്കെൻ്റെ മുടിയൊന്ന് കളർ ചെയ്യണമെന്ന് പോലും വിചാരിച്ചിട്ട് നടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അത്രയും എന്താ പറയുക, ആ ഒരു മുമ്പിൽ അത്രയും തിരക്കുള്ള ലൈഫിൽ ഇവിടെ തിരിച്ചു വരാൻ കാണിച്ച ഒരു മനസ്സ്, അത് ഭയങ്കര വലുതാണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈമിലും നമ്മളെടുക്കുന്ന ഒരു കറേജാണ് ആ ഒരു ശൈലജ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താ ആ ഒരു എടുത്തൊരു കോളായിരിക്കാം മേ ബി അത് ഒരു തിരിച്ചു വരാനും. വെങ്കുർല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ പോയിട്ട് അവിടെയുള്ള സ്ഥലത്ത് ശൈലജ അത്രത്തോളം ഹാപ്പിയാണ്. ശൈലജ എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെയുള്ള അസുഖമുള്ളതായിട്ടോ അല്ലെങ്കിൽ ആ പറയുന്നൊരു മറവിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആള് എന്താ പഴയ ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഈ വെങ്കുർല എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ആള് കുറച്ചും കൂടെ ലൈഫിനെ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ കാണാനും അത്രത്തോളം ഹാപ്പി ആയിട്ട് ആള് പ്ലേ ചെയ്യുന്ന പോലെയാണ് ആ പറയുന്ന ഒരു ഫിലിമിൽ. പല ആളുകളുടെയും പേരൊക്കെ ഓർത്ത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പടത്തിന്റെ ഫസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആൾക്ക് ഭയങ്കര മറവിയുള്ള ഒരു കൈൻഡ് പരിപാടിയാണ്. വെച്ചാൽ പല കാര്യങ്ങളും മറന്നു പോവുക അല്ലെങ്കിൽ എന്നുവെച്ചാൽ ആ മുംബൈ പോലുള്ള നേരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബിസി ആയിട്ടുള്ള ലൈഫിൽ ആളത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു അൺകംഫർട്ടബിൾ ആയിരുന്നു എന്ന് കാണിക്കുന്നതാണ്. സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ വെങ്കുർല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആൾ കുറച്ചും കൂടെ പ്രസന്റ് ആണ് അല്ലെങ്കിൽ ആൾ കുറച്ചും കൂടെ ഹാപ്പിയാണ്. പല കാര്യങ്ങളും ഓർത്തെടുക്കുന്നു, പല പേരുകൾ പറയുന്നു, കൂടുതലും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ശൈലജ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ കുറച്ചും കൂടെ എന്താ പറയുക, ആള് പോലും അറിയാതെ ആള് എന്താ കുറച്ചും കൂടി ഒരു എനർജൈസ്ഡ് ആവുന്ന പോലെ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് അവർ കാണിച്ചിരിക്കുന്നത്. അത് തിരിച്ചവിടെ എത്തിയതെന്ന് തന്നെ ഈ പറയുന്ന ഒരു പ്രദീപ് കാമത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലൈഫിനെ തന്നെ അത് എന്താ പറയുക ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആള് ലൈഫിന് അത്രത്തോളം ഹാപ്പിയാണ് ആ പറയുന്നൊരു മൊമെന്റിൽ. ആ ഒരു ഐഡിയയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ പറയുന്നൊരു ഏതോ ഒരു വിധത്തിൽ അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ട് പോയെന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ തിരിച്ച് ഒരിക്കലും വരില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി തിരിച്ച് നാളുകൾക്ക് ശേഷം തിരിച്ച് കാണാൻ വരുന്നു, അതുമൂലം വേറൊരു വ്യക്തി അതിൽ ഹാപ്പി ആവുന്നു. ഈ പറയുന്നൊരു എന്താ പറയുക അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അവിടെ റീക്രിയേറ്റ് ചെയ്യുന്നത്. ആ പറയുന്ന ലൈഫിൽ ഒരു പോയിന്റിൽ ഒരു സിറ്റുവേഷനിൽ ആളെ പിരിഞ്ഞു പോയിട്ട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുമ്പോൾ ആള് വേറൊരു ഫാമിലി ലൈഫ് അവിടെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ എന്നാൽ പോലും ആ പറയുന്ന വ്യക്തിയുടെ ഒരു എന്താ പറയുക ഒരു വരവ് ആളുടെ ലൈഫിനെ തന്നെ ഭയങ്കര ചേഞ്ച് ആവും അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ഫിലിമാണിത്. നമുക്ക് അതൊരു സ്ലോ ഫീസിൽ നമ്മളത് കണ്ടുപോകുമ്പോൾ നമുക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല അതൊരു തെറാപ്പി പരിപാടിയാണ്. ഞാനത് ഒരു വട്ടം കണ്ടിട്ട് എനിക്ക് വർക്കായില്ല. പക്ഷേ ഞാനത് ലൈഫിൻ്റെ വേറെ ഏതൊരു പോയിന്റിലെത്തി ഞാനത് വീണ്ടും കാണാനും കണ്ടുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക വരുൺ ഗ്രോവർ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഡയലോഗും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന പുള്ളിയാണ്. പുള്ളിയുടെ മസാൻ എന്നൊക്കെ പറഞ്ഞ ഫിലിമിൽ സ്റ്റോറിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവർ ഫ്രണ്ട്സാണ്, ഈ അവിനാഷ് അരുണും. അതുപോലെ തന്നെ പിന്നെ ഡയറക്ടർ ആണെങ്കിലും ആ ഡയറക്ടറിൻ്റെ ഒരു ഫാസിനേഷൻ തന്നെയാണ് ഈ പറയുന്നൊരു
ഫിലിം 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത്രത്തോളം എന്താ പറയുക ഒരു അറ്റൻഷൻ കിട്ടിയിട്ടുള്ളൊരു ഫിലിമാണ് ഈ പറയുന്ന പോലെ തന്നെ 3 of Us എന്ന് പറയുന്നത് തന്നെ അവരുടെ 3 പേരുടെയും ലൈഫാണ്. ആ ഒരു അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫിലിമാണ്. ശരിക്കും മസ്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ആ ഒരു ബിസി ആയിട്ടുള്ള ലൈഫിൽ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ലൈഫിൽ നമുക്ക് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റുന്നൊരു ഫിലിമാണ്. നമ്മൾ ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു ഫിലിമിൻ്റെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലിറിക്സും അല്ലെങ്കിൽ ആ ഗുൽസാർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് പറയുന്ന പോലെ ലിറിക്സ് ആണെങ്കിൽ പോലും എപ്പോഴാണ് നമുക്ക് പാസ്റ്റ് അതിലൊരു ഇതുണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ ആ ഒരു എന്താ വേസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മൂലം നമ്മൾ ആ ഒരു കഷ്ടതയിൽ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിലാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് ഈ ഒരു ഫിലിം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവിനാഷ് അരുണിൻ്റെ 3 of Us.